ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു അവലും ഏത്തക്കായും കൊണ്ടൊക്കെയുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കണ്ടോ, നിങ്ങൾ കാണുമ്പം തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കലും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു നല്ലൊരു പലഹാരത്തിന് റെസിപ്പിയാണ് കേട്ടോ. അപ്പം 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിനകത്ത് അവലും ഒക്കെ ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു നല്ല ഇച്ചിരി ദിവസങ്ങളിലൊക്കെ വെച്ചിരുന്നാലും കേടാകാത്ത ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്കിത് ഇതിനായിട്ട് 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. നമുക്കൊരു പാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുവാണ്. ഇതിലേക്ക് നെയ്യൊന്ന് നല്ലോണം ചൂടാകട്ടെ. നല്ലോണം ചൂടാകുമ്പോൾ നമുക്ക് ഇച്ചിരി കശുവണ്ടി മുന്തിരിങ്ങായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അളവ് ഇട്ടാൽ മതി കേട്ടോ. ഇതിൻ്റെ കൂടെ ബദാം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് ഇഷ്ടമുള്ള ഇതൊക്കെ ഇടാം. അപ്പം ഞാനിപ്പം ഇത്ര ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് മുന്തിരിങ്ങായി, ഈ മുന്തിരിങ്ങയും കശുവണ്ടിയൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതിനൊന്നും അളവൊന്നുമില്ല. ഇതോടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ആയിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഏത്തക്കായും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഏത്തക്കായും കൂടി ഇട്ടൊന്ന് ഫ്രൈ ഒന്ന് വാടി വരട്ടെ. അത് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങയാണ് ഇടുന്നത്. 1 കപ്പ് തേങ്ങ. അപ്പം തേങ്ങയും ഈ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നിടം വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഈ തേങ്ങയുടെ വെള്ളമായി എല്ലാം മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ഇത്രയും മതി. നമുക്കിതും ആ കശുവണ്ടിയുടെ പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഇതും ശർക്കരപ്പാനി അത് റെഡിയാക്കി ഇപ്പം എടുത്തതാണ് കേട്ടോ. അത് ഒക്കെ എന്തിനാ വീഡിയോ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് പറയാം. 350 ഗ്രാം ശർക്കര 2 കപ്പ് വെള്ളത്തിൽ പാനിയാക്കിയതാണ് കേട്ടോ. ഞാൻ എടുക്കുന്ന അവലിൻ്റെയൊക്കെ അളവനുസരിച്ചാണ് 350 ഗ്രാം എടുത്തത്. അപ്പം നിങ്ങൾ എടുക്കുന്ന എത്രയാണോ അവലെന്നനുസരിച്ച് എടുക്കണം കേട്ടോ. അപ്പം ഞാൻ 350 ഗ്രാം ശർക്കര 2 കപ്പ് വെള്ളത്തിൽ പാനിയാക്കി വെച്ചിട്ടുണ്ട്. പാനിയാക്കി വെച്ച ശേഷം നമ്മൾ പാത്രം നമ്മൾ ഇതുണ്ടാക്കിയ ശേഷം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സ്റ്റീൽ പാത്രമാണ് നെയ്യ് പുരട്ടി ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ പെട്ടെന്ന്. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നോക്കാവേ. പാൻ തന്നെയാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് വേണം ഒഴിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് അവൽ, ഞാൻ ചുമന്ന അവലാണ് എടുത്തേക്കുന്നത് കേട്ടോ. 1.5 കപ്പ് അവൽ ഇട്ട് നമുക്കൊന്ന് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാവേ നെയ്യിലേക്ക്. ചെറിയ തീയെ വെച്ചോണ്ട് നമുക്ക് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇതൊന്ന് റോസ്റ്റ് ആവും കേട്ടോ ഈ അവല്. ഇപ്പം അവലിത് നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ടാണ്. അത് നമ്മുടെ കിളിയിലാണ് ശബ്ദം കേൾക്കും റോസ്റ്റ് ആയി വരുമ്പോഴത്തേക്ക്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് റവയും കൂടി ഇടാവേ. 1/4 കപ്പ് റവയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് രണ്ടും കൂടെ ഒന്ന് നല്ലോണം റോസ്റ്റ് ആവും. ഇതിന് റോസ്റ്റായി വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. നമുക്ക് ഇതറിയാനായിട്ട് റവയും ഈ അവലും കൂടെ നല്ലോണം റോസ്റ്റായി വരട്ടെ. രണ്ടും നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിപ്പോൾ ശർക്കര പാനി റെഡിയാക്കി 350 ഗ്രാം ശർക്കര 2 കപ്പ് വെള്ളത്തിനകത്ത് പാനിയാക്കി ഇതിലേക്ക് ഒഴിക്കുവാണ്. ഞാനിപ്പോൾ അരിച്ചെടുത്ത് വെച്ചേക്കുന്ന സാധനമാണ് കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ. നല്ലോണം ഒന്ന് തിളക്കട്ടെ. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അതിലേക്കിപ്പോൾ നമുക്ക് ഈ ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി ഇടുവാണ്. ഏലക്കാപ്പൊടി ഇടുമ്പോഴാണ് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമുക്ക് 2 പിഞ്ച് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 പിഞ്ച് ഉപ്പൂടി ഇടാവേ. എന്നിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കണം. 5 മിനിറ്റ് ഒന്ന് ഇളക്കി. അപ്പോൾ ഈ റവയൊക്കെ ഒന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആവേ. നമുക്കൊന്ന് മൂടി വെക്കാം. തുറന്നിട്ടൊന്ന് നോക്കാവേ. കണ്ടോ, ഇതുപോലെ നമുക്ക് കണ്ടോ ഇപ്പം പറ്റിയിട്ടുണ്ട്. ഇപ്പം കണ്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഇടാവേ.
ഇടാം. മൊത്തത്തോടെ ഇടുവാണ്. നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം തീ കുറച്ച് വെക്കണം കേട്ടോ. ഇത് പാനയിൽ വിട്ട് വരും. നമ്മൾ അലുവ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ പാനയിൽ വിട്ട് വരുന്ന പരുവാക്കണം കേട്ടോ. അപ്പോഴാണ് റെഡി ആകുന്നത്. നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഈ പാനയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. നമ്മൾ അലുവ ഒക്കെ ഉണ്ടാക്കത്തില്ല. ഞാൻ ഇതിനു മുമ്പൊരു ഗോതമ്പ് പൊടിയുടെ ഒരു അലുവയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് അലുവയൊന്നുമല്ല, നമുക്ക് അവലും കൊണ്ടും ഏത്തക്കായും കൊണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല പലഹാരത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ വിട്ടുവരും. ചെറിയ തീയെ വെക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാം. എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശർക്കര പാനിയാക്കി എല്ലാം ഫ്രൈ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇച്ചിരി നേരം ഇതൊന്ന് വെള്ളമെല്ലാം ഒന്ന് പറ്റിയെടുക്കട്ടെ. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പാനയിൽ നിന്ന് വിട്ട് നെയ്യൊക്കെ നമ്മൾ ചേർത്ത നെയ്യൊക്കെ നല്ലോണം തെളിഞ്ഞു വരും കണ്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം നെയ്യ് പുരട്ടി വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് ചൂടോടുകൂടി തന്നെ ഇത് വെക്കണം കേട്ടോ. വെക്കാവേ. നമുക്ക് ഈ പാത്രത്തിലേക്ക് നമ്മൾ നെയ്യൊക്കെ പുരട്ടി വെച്ചേക്കാണല്ലോ. അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ടൊന്ന് സെറ്റ് ചെയ്യാവേ. നിങ്ങൾ പാത്രം ഏത് വലിപ്പത്തിൽ എടുക്കുന്ന അതനുസരിച്ചൊക്കെ എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഈ പാത്രം അങ്ങ് എടുത്തന്നേ ഉള്ളൂ. നമുക്ക് ഇതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് നിരത്തി കൊടുക്കാം എല്ലായിടത്തോട്ടും ഒന്ന്. നമ്മൾ ആറിയ ശേഷമാണ് ഇത് മുറിക്കുന്നത്. ആറിയ ശേഷം നമുക്കിത് മുറിക്കും. ഇപ്പം നല്ല ചൂടാണ്. ഇതൊന്ന് ആറട്ടെ. ആറാൻ വേണ്ടി നമുക്കിനി മാറ്റി വെക്കാം. കാരണം ചൂടാറിയിട്ടുണ്ട്. ഇതൊന്ന് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാവേ. ഇത് എന്തെങ്കിലും ഇതും കൊണ്ട് സൈഡൊക്കെ നല്ലോണം ഒന്ന് പിടിയിപ്പിച്ചിട്ട് നമുക്കിപ്പോൾ നെയ്യൊക്കെ പുരട്ടിയേക്കുന്നുണ്ട്. ഒട്ടി ഒന്നും പിടിക്കത്തില്ല കേട്ടോ. നമുക്കിനി ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലോണം ചൂടാറിയ ശേഷമാണ്. കണ്ടോ കാണുമ്പം തന്നെ അറിയാമല്ലോ. നല്ലൊരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പാത്രത്തിലൊന്നും പിടിച്ചിട്ടില്ല കണ്ടോ. ഇത് നിങ്ങളെ മുറിച്ച് കാണിച്ച് കാണാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള സാധനമാണ്. നല്ല മുറിച്ച് കാണിക്കുന്നത്. നിങ്ങളെ മുറിച്ച് കാണിക്കാവേ. നമുക്ക് മുറിച്ചോ അല്ലാതെയോ ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാൻ കാണിക്കാം. ഇതുണ്ടോ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.